ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിറാക്കിൾ വിത്ത് വൈഗ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. എവിടെയാണ് പോകുന്നത്? കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഗൈസ്. സരിത ആൻറ്റി, നവമി, സജിത ആൻറ്റി, തീർത്ഥ, പിന്നെ അങ്ങനെ ഗൈസ് എല്ലാവരും കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ എക്സൈറ്റഡ് ആണ് ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ ട്രെയിനിനൊക്കെ പോകുന്നതുകൊണ്ട് വളരെ സിമ്പിൾ പിടിച്ചു ഗൈസ്. കാരണം നാളെ ആയിരിക്കും നമ്മുടെ ന്യൂ കോസ്റ്റ്യൂം നമ്മൾ റിവീൽ ചെയ്യും ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ്, ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുകയാണ് കേട്ടോ. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള പലസ് പാൻറ്റുമാണ് ഗൈസ്. അപ്പം ഞാനിന്ന് നല്ല സിമ്പിളാണ് പിടിച്ചത് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ അമ്മയുടെ എന്താണ് കോസ്റ്റ്യൂം റിവീൽ ചെയ്യാം ഗൈസ്. ഗൈസ്, അപ്പം നമ്മുടെ അമ്മയുടെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ ഗൈസ്, അമ്മയാണെങ്കിൽ നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലിടുന്നൊരു ഷോർട്ട് കുർത്തയും പിന്നെ ഗൈസ് ജീൻസും ആണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ അപ്പർ ബർത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ വലിഞ്ഞ് കയറാൻ പെട്ടപ്പോൾ ഗൈസ് സാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാച്ച് പോയി ഗൈസ്. എവിടെ നിന്ന് അറിയില്ല, ബസ്സിൽ നിന്ന് കണ്ട് ഇറങ്ങിയപ്പോൾ അത് മിസ്സായിപ്പോയി ഗൈസ്. അതാണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഡ് ന്യൂസ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ബർത്തിൽ നവമിയുണ്ട്. ഹൈ, താഴെ സരിതാൻ്റെ ഉണ്ട്, ഇവിടെ അമ്മ ഉണ്ട്, പിന്നെ ഇവിടെ തീർത്ഥൊക്കെ അവിടെ പോയി. തീർത്ഥ വലിഞ്ഞ് കയറാണ്. കയറിക്കോ ആൻറ്റി. ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം രാത്രി 10:15 എല്ലാവരും അവരവരുടെ സീറ്റിലോട്ട് പോയി ഗൈസ്. ഓരോരുത്തർക്കും ഓരോ ഇടമാണ് ഗൈസ്. അപ്പം തീർത്ഥ ഇവിടെയാണ്. അപ്പോൾ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. നമ്മളിവിടെ ആരും ഉറങ്ങത്തില്ല. ഇട്ടൊക്കെ താഴെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ടോപ്പ് ബർത്തിലാണ്. എനിക്കിതാണ് ഇഷ്ടം. ഇപ്പോൾ ഒന്നും കഴിഞ്ഞില്ല. ട്രെയിനിൽ കയറി ഇതാണ്. പക്ഷേ വീട്ടിൽ കിടന്നാൽ ഞാൻ ഉറങ്ങും ഗൈസ്. എൻ്റെ വാച്ച് പോയി. ആയിക്കോട്ടെ ഗൈസ്. അപ്പം നമുക്കിനി ട്രെയിനിൽ നമ്മൾ ഇവിടെ ക്യാമ്പ് നടത്തുകയാണ് ഗൈസ്. ഇപ്പോഴത്തെ നമ്മൾ നവമി നമുക്ക് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തിന്നും കുടിച്ചും പോവാണ് ഗൈസ്. ഇന്ന് ഉറങ്ങണ പറ്റില്ല. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ബർത്തിൽ നിന്ന് നേരെ കുരങ്ങ് ചാടുന്ന കണക്ക് നവമിയുടെ ബർത്തിലോട്ട് ചാടി ഗൈസ്. ഇതെൻ്റെ രണ്ടാമത്തെ പരീക്ഷണമാണ് ഗൈസ്. ആദ്യത്തെ പരീക്ഷണത്തിൽ ഞാൻ മൂക്കുടിച്ച് വീണ് ഗൈസ്. രണ്ടാമതാണ് ഞാൻ കയറി പഠിച്ചത്. എനിക്കിത് കയറാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കുന്നത് കൊണ്ടും ഒരു എനിക്ക് കയറണം എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് ഞാൻ കയറുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ എത്താറായി. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ നേരെ സരിതാൻ്റിയുടെ വല്യമ്മയുടെ വീട്ടിൽ ഒന്ന് ഫ്രഷ് ആവാനാണ് പോകുന്നത് ഗൈസ്. നമ്മൾ ഓൾറെഡി ബ്രഷൊക്കെ ചെയ്ത് ഗൈസ്. ഇനി നമുക്കൊന്ന് കുളിച്ച് ഒന്ന് റെഡി ആവണം ഗൈസ്. ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഗൈസ്, നമ്മൾ രാവിലെ സരിതാൻ്റിയുടെ വല്യമ്മയുടെ വീട്ടിലൊക്കെ പോയി ഗൈസ്. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഒരു ഫ്രോക്ക് മോഡലല്ല ഗൈസ്, ഒരു ഗൗൺ മോഡലാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പം അമ്മയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗൈസ്. എല്ലാവരും ചേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ മിഠായി തെരുവിലെത്തി ഗൈസ്. അപ്പം നമ്മുടെ SM സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ കോഴിക്കോട് വിസിറ്റ് ചെയ്യുമ്പം എല്ലാവരും പറയുന്ന മെയിൻ പ്ലേസ് ആണല്ലോ മിഠായി തെരുവ്. അപ്പോൾ അവിടെ പോകണമല്ലോ. അങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. ഓൾറെഡി സജിതാൻ്റെയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നിറച്ച് കടകളാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഗൈസ്, ഇവിടെ നിറയെ സ്റ്റേഷനറി കടയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ആവശ്യം ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഗൈസ്,
അപ്പം ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിറയെ സ്റ്റേഷനറി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്കൂൾ മാളെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഗൈസ് ഞാൻ അവിടെയൊക്കെ കയറി ഗൈസ്. എന്നിട്ട് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വെയിലുണ്ട് ഗൈസ്, ബട്ട് ഗൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിറയെ സ്വീറ്റ് ഷോപ്സും ഉണ്ട്. ഞാൻ ഈ കൈ തൂക്കി പിടിച്ചുകൊണ്ട് എടുക്കുന്നത് ഞാനൊരു സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിച്ചൊരു പൗച്ചാണ് ഗൈസ്. അവിടെ സ്റ്റേഷനറിയൊക്കെ നിറച്ചുണ്ട് ഗൈസ്. അങ്ങനെ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാവുകൊണ്ട് എല്ലായിടത്തും ഈ നിറയെ ബാഗും പൗച്ചും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതൽ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്നൊരു സ്വീറ്റ്സ് കടയിൽ കയറി ഗൈസ്. അപ്പോൾ അവിടെ നിറയെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ശങ്കരൻ ബേക്കറി എന്ന് പറഞ്ഞ ഫേമസ് ബേക്കറി ഉണ്ട് കോഴിക്കോട്. അങ്ങനെ അവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ഹൽവയൊക്കെ വാങ്ങിച്ചത്. ഇത് നമ്മൾ ബർഫി വാങ്ങിക്കാൻ കയറിയതാണ് കേട്ടോ, ജാക്ക് ഫ്രൂട്ട് ബർഫി ഗൈസ്. ഇത് ചക്കപ്പഴം ബർഫിയാണ്. ഇത് നല്ല വെയിലുണ്ട്. ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്കൂൾ മാളെന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി ഷോപ്പിൽ കയറി ഗൈസ്. അപ്പം നമ്മൾ അവിടെ നോക്കിയപ്പോൾ കയറി വന്നപ്പോഴേ നിറയെ പൗച്ച് സ്റ്റേഷനറിക്കാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഒരു ഇയർബഡ്സിൻ്റെ മോഡലിലുള്ളൊരു ഷാർപ്നർ വാങ്ങിച്ചു ഗൈസ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കണ്ടാൽ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇയർബഡ്സിൻ്റെ ആ ഒരു ഇതായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെ ഗൈസ് അത് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു പൗച്ച് സെറ്റ് വാങ്ങിച്ചു ഗൈസ്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ നടക്കുക. അമ്മമാരൊക്കെ എന്തൊക്കെയോ നോക്കാൻ കയറിയപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഗൈസ് സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സംഗീത് കൂൾ ബാറിലാണ് വന്നത് ഗൈസ്. അവിടുത്തെ ഫലൂഡ ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ട്രൈ ചെയ്യാനാണ് ഗൈസ് നമ്മളവിടെ കയറിയത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫലൂഡ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ റോസ് മിൽക്കൊക്കെ ഒഴിച്ച് നല്ല കിടില ഫലൂഡയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീർത്ത സ്പാനിഷ് ഡിലൈറ്റാണ് ഓർഡർ ചെയ്തത്. നമ്മളെല്ലാവരും നോർമലാണ് സ്പെഷ്യൽ എന്നാണ് പറയുന്നത് ഗൈസ്. അതുകൊണ്ട് എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ് കയറിയത്. ഇത് ഇവിടുത്തെ ഫേമസ് ബിരിയാണി സെൻറ്ററാണ് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് 2 ചിക്കൻ ദം ബിരിയാണിയും ഒരു തലശ്ശേരി ദം ബിരിയാണിയാണ് ഗൈസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഗൈസ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മുടെ ഫേമസ് ഒരു ഷോപ്പാണ് കൂൾ കെയിൻ്റെത്. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ഷുഗർ കെയിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഒരു 3:30-4 മണി ആയി കാണും. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ഷുഗർ കെയിൻ്റെ ബോട്ടിൽ താഴെ വെച്ചിട്ടില്ല ഗൈസ്. ബാഗൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ഡാൻസൊക്കെ എടുത്തു ഗൈസ്. ഡാൻസൊക്കെ എടുത്ത് കഥ പറയേ വേണ്ട ഗൈസ്. ഞാൻ മറിഞ്ഞടിച്ചിട്ട് വീണ് കൈയൊക്കെ ഇത്തിരി ഒരഞ്ഞു ഗൈസ്. ഓക്കെ. അങ്ങനെ നമ്മളിത് നടന്നു പോവാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ബോട്ടിൽ വിട്ടിട്ടില്ല ഗൈസ്. ഞാൻ എന്തിനു പറഞ്ഞു വെച്ചാൽ ആ ബോട്ടിൽ വെച്ചിട്ടില്ല. എൻ്റെ കൈ കിടക്കുന്ന വാച്ച് വരെ ഞാൻ സരിതൻ്റെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതുവരെ ഞാൻ മറന്നുപോയി ഗൈസ്. എന്നിട്ട് ഞാനൊരു ആക്രിയായ ബോട്ടിലിനെ വിട്ടിട്ടില്ല. അതാണ് ഞാൻ ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഗൈസ്. അപ്പം എന്താ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അത് നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു ഗൈസ്. പിന്നെ നവമിയും തീർത്തയും ഈ മണ്ണ് കൊണ്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ഗൈസ് എനിക്ക് കറക്റ്റ് ഒരു ശംഖുമുഖം ബീച്ചിൻ്റെ തിരയായിട്ടും ആ ഒരു അങ്ങനെയായിട്ട് സിമിലർ ആയിട്ടാണ് തോന്നിയത് ഗൈസ്.
ശംഖുമുഖം ബീച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് കളിച്ച് കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ റീൽസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് ഗൈസ്. കളിക്കണേനേക്കാളും കൂടുതൽ റീൽസ് എടുത്തു. ഗൈസ് ഇതിനിടയിൽ ഞാൻ പുതിയ വാച്ചൊക്കെ വാങ്ങിച്ച കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഡാൻസ് കളിച്ച് മറിഞ്ഞടിച്ചിട്ട് വീണപ്പോൾ ഈ കൈയുടെ ഇവിടെയൊക്കെ ഇത്തിരി ഒരഞ്ഞു കേട്ടോ ഗൈസ്. ബട്ട് അത് വീഡിയോയിൽ നന്നായിട്ട് വരുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഒരഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാം. ഇതിനിടയിൽ ഗൈസ് ഞങ്ങൾ കലാശക്കൊട്ട് എന്ന രീതിയിൽ കുറച്ച് നേരമൊക്കെ ബീച്ചിലൊക്കെ കളിച്ച് ഗൈസ്. നല്ല രസമായിരുന്നു. അപ്പോൾ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കളിച്ച് ഗൈസ്. അതിനിടയിൽ ഞാൻ അടുത്ത വട്ടത്തരവും കാണിച്ച് കേസ്. എൻ്റെ പേര് ഞാൻ എഴുതി വെച്ച് കേസ് മണ്ണിൽ. പക്ഷേ അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ തിരുവന്നത് മാറ്റി കളഞ്ഞു ഗൈസ്. പിന്നെ ആ വിഷമത്തിൽ നമുക്ക് വല്ലതും കയറ്റാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ തിന്നാൻ പോയി ഗൈസ്. ആദ്യം നമ്മൾ പരീക്ഷിച്ചത് ഐസുർത്തി മധുരമാണ്, സ്വീറ്റാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള സാധനം ഇതായിരുന്നു. ബട്ട് ഗൈസ് തിന്നപ്പം എനിക്ക് അത്ര വലിയ ഹൈപ്പിനൊത്തൊന്നും തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അതിലോട്ട് മിക്സഡ് ആക്കി വാങ്ങിച്ചു. അതും എനിക്ക് വലിയ ഹൈപ്പൊന്നും തോന്നിയില്ല. പിന്നെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് മറ്റേ ചിക്കൻ സ്റ്റിക്കിൽ തരില്ലേ അത് വാങ്ങിച്ചു, കബാബ് വാങ്ങിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് കല്ലുമ്മക്ക കഴിച്ച്. എനിക്കെന്തോ ഇതിനൊക്കെ റോ ടേസ്റ്റാണ്, അതായത് കല്ലുമ്മക്ക കഴിക്കും. പിന്നെ നമ്മൾ ഞണ്ടിൻ്റെ മീറ്റ് വാങ്ങിച്ചു ഗൈസ്. മീറ്റെല്ലാം ഒരു ഫ്രൈ എനിക്ക് മസാല ഇട്ട ഒരു സംഭവം. എല്ലാത്തിനും എനിക്ക് റോ ടേസ്റ്റാണ് തോന്നിയത്. എനിക്കും ഉമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ എൻ്റെ നമ്മളെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ അധികം ട്രൈ ചെയ്യാൻ നിന്നില്ല അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ അത് ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ മഴക്കോളെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് നമ്മൾ നേരെ വെയിറ്റിംഗ് ഷെഡിൽ പോയി ഗൈസ്. കാരണം മഴ പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വെയിറ്റിംഗ് ഷെഡിലോട്ട് പോയി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കഴിച്ച് തീർന്നിട്ടാണ് ഞാൻ ഓർമ്മിച്ച ഗൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നെയ്മീൻ മുളകിട്ടതും പിന്നെ നമ്മുടെ ചിക്കൻ വരട്ടിയതും അപ്പോൾ ആയിരുന്നു ഗൈസ്. അപ്പോൾ കഴിച്ചതിൻ്റെ പ്ലേറ്റൊക്കെ ഏകദേശം കാലിയാവാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിഠായി തെരുവിലാണ് വന്നത്, ടോപ്പ് ഫോമിൽ ഗൈസ്. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ മിഠായി തെരുവിലെ നൈറ്റിലൊന്ന് കറങ്ങി ഗൈസ്. നൈറ്റിലൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഗൈസ്. നമുക്ക് തിരിച്ചു പോകാൻ നൈറ്റ് ആയിരുന്നു ട്രെയിന്. നമ്മളൊരു മോർണിംഗ് 8 o'clock ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഗൈസ്. നല്ല ടയേർഡായി ഗൈസ്. കാരണം ട്രെയിനല്ലേ, നമ്മൾ ഉറക്കമൊന്നും അധികം ശരിയാവില്ല. അതുകൊണ്ട് വന്ന ഉടനെ കുളിച്ചു, കഴിച്ചു, കിടന്നു ഗൈസ്. രാവിലെ ഗൈസ് എന്ത് കഴിച്ചെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ രാവിലെ അവിടെ നിന്ന് വന്നപ്പം പൊരിച്ച പത്തിരി വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ ഓരോ പൊരിച്ച പത്തിരിയും പിന്നെ ഒരു സമൂസ ഉണ്ടായിരുന്നു കഴിച്ചു ഗൈസ്. അത് ഒന്നും വേണ്ടില്ല, കഴിക്കണമെന്ന് ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു ചടങ്ങിറക്കം ഇല്ലെങ്കിൽ ഇടയ്ക്കെങ്ങാണ്ട് വെച്ച് വിശക്കണമെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ എണീക്കണം ഗൈസ്. അങ്ങനെ രാവിലെ വന്ന് 8 മണിയായി കുളിച്ച് കഴിച്ച് 9 മണിയാകുമ്പോൾ കിടന്ന് ഗൈസ്. ഇപ്പോൾ എണീക്കണത് 2 മണി കഴിഞ്ഞു ഗൈസ്. ഇതുവരെ നമ്മൾ കിടന്ന് ഉറങ്ങിയിരുന്നു. ഇപ്പോൾ നമ്മൾ ചോർത്തിപ്പൂല കഴിച്ച് ഇനി നമ്മൾ വീണ്ടും കിടന്നുറങ്ങും ഗൈസ് ചോറ് കഴിച്ചിട്ട്. കാരണം നല്ല എണീറ്റിരിക്കാൻ തോന്നില്ല ഗൈസ്. അത് നല്ല മഴയുണ്ട്, അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കോഴിക്കോടൻ ഹൽവ വാങ്ങിച്ചു ഗൈസ്. ഞാനത് കാണിച്ചിരുന്നു ഗൈസ്. നമ്മുടെ 3 സെറ്റ് കോഴിക്കോടൻ ഹൽവയാണ് ഗൈസ്. നമ്മൾ കുറച്ച് വാങ്ങിച്ചോളൂ, കാരണം ബാക്കിയൊക്കെ നമ്മൾ അവിടെ വെച്ച് കഴിച്ചു ഗൈസ്. ഫസ്റ്റ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഹൽവയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹൽവ അല്ലേ, അരിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, അരിയുടെ ഹൽവ. പക്ഷെ ഗൈസ് ഇത് നല്ല സോഫ്റ്റ് ആണ് ഗൈസ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ഉണ്ട് ഗൈസ്. ഇനി എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് കുനാഫ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, കാരണം സൂപ്പർ സാധനമാണിത്.
അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ആണ്, എനിക്ക് കുനാഫയാണ് മിൽക്കിന്റെ ഹൽവ കഴിച്ചില്ലേ, അത് സൂപ്പർ സൂപ്പറാണ് ഗൈസ്. കേടായിപ്പോ. യെസ് ഗൈസ്, അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് കേടായിപ്പോ. അതുകൊണ്ട് നമ്മൾ ഇത് 3 വാങ്ങിച്ചത്. ഞാൻ ഓൾറെഡി കഴിച്ചാണ് ഗൈസ്, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മള് വാങ്ങിച്ചത് ശങ്കരൻ ബേക്കറി ഇല്ലേ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശങ്കരൻ ബേക്കറി നിന്നാണ് ഗൈസ് വാങ്ങിച്ചത്, SM സ്ട്രീറ്റിലെ. നെക്സ്റ്റ് കുനാഫയാണ് ഗൈസ്. നമ്മൾ കോഴിക്കോട് കഴിച്ചല്ലേ ഈ കല്ലുമക്ക അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ച് കഴിച്ചാണ് ഗൈസ്. അത് എനിക്ക് സത്യം പറയാലോ ഈ വലിയ ഹൈപ്പിനൊന്നും ഞണ്ടിന്റെ മീറ്റ് വെച്ചിട്ടുള്ള ഒരു, എനിക്ക് എല്ലാത്തിനും എന്തൊരു റോ ടേസ്റ്റ് ആണ് തോന്നുന്നത്. അത് തന്നെ നമുക്ക് പിടിക്കൂല. നെക്സ്റ്റ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ടേസ്റ്റ് ഇനി എടുത്ത് നിൽക്കും ഗൈസ്, കുനാഫ. ഗൈസ് നമ്മളെ അഭിപ്രായമാണ് പറഞ്ഞല്ലേ, നമ്മളെ അഭിപ്രായമാണ് പറഞ്ഞാൽ നമുക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ബട്ട് ബിരിയാണി കൊള്ളായിരുന്നു ഗൈസ്. നമ്മൾ ബിരിയാണി കഴിച്ചത് നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി ഗൈസ്. അവിടെ നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയും പിന്നെ തലശ്ശേരി ബിരിയാണിയും ദം ബിരിയാണിയും വാങ്ങിച്ചു. തലശ്ശേരി ദം ബിരിയാണിയും തലശ്ശേരി ഫ്രൈഡ് ബിരിയാണിയും തന്നെയുള്ള കഴിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഓക്കെ, പക്ഷെ അത് നല്ല കിടിലൻ ടേസ്റ്റ്. ഞാൻ പൊതുവെ ബിരിയാണി ഫാനാണ്. അവിടുത്തെ അച്ചാർ കിടിലായിരുന്നു, നല്ല സ്വീറ്റ് അച്ചാറായിരുന്നു. പിന്നെ നമ്മള് ക്യാരറ്റ് നാരങ്ങയൊക്കെ ഇട്ട് പുളി അച്ചാറ്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ചു ഗൈസ്, അത് കിടിലായിരുന്നു. ഇത്രയുള്ള കരിമ്പിന്റെ ബോട്ടിൽ അത് ഇപ്പോഴും ഞാൻ കൊണ്ടുവന്നു ഗൈസ്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കയ്യിലാണ് കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ചില്ലി ട്രൈ ചെയ്തത് ഇത്തിരി ഒരു കരിമ്പൻ ജ്യൂസിൽ, പക്ഷെ ജിഞ്ചർ കിടിലാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ്, ജിഞ്ചർ ഫ്ലേവർ അങ്ങനെ നല്ലേ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടാണ് സൂപ്പർ സാരം. പക്ഷെ എനിക്ക് ടേസ്റ്റ് ബേസിൽ സോഫ്റ്റ് ബിസ്ക്കറ്റ് വേണം. ടേസ്റ്റ് ബിസ്ക്കറ്റ് കൂടുതൽ ഇഷ്ടപ്പെട്ട കുനാഫയാണ്. ജാക്ക് ഫ്രൂട്ടിന്റെ ബർഫി അത് കൊള്ളാം ഗൈസ്. അപ്പൊ ഗൈസ് ഇനി ഞാൻ കോഴിക്കോട് നിന്ന് വെച്ച കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളെ സംഗീത് കൂൾബാറിലെ പറയേണ്ട കാര്യം, അതും പൊളിയാണ്. അത് ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പ്ലീസ്. ഓക്കെ, അടുത്ത് നമ്മള് ഇതില് ഞാൻ മറന്നുപോയില്ല. ഞാൻ കുറച്ച് കവായി ഐറ്റംസ് വാങ്ങിച്ചിട്ട് കുറച്ച് അത് കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് ഒരു ടോപ്പും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ക്യൂട്ട് ഐറ്റംസും കുറച്ച്. പിന്നെ നമുക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ നമ്മൾ ഡ്രസ്സിനൊക്കെ എക്സ്പെൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് 2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ച കവായി ഐറ്റംസ് കാണിച്ചു തരാം. കവായി അല്ല ഗൈസ്, ക്യൂട്ട് ഐറ്റംസ് കാണിച്ചു തരാം. കുറച്ച് വാങ്ങിച്ചോളൂ ഗൈസ്, കാണിച്ചു ഗൈസ്. ഇത് ഇത്രയാണ് ഞാൻ കോഴിക്കോട് പോയപ്പോൾ വാങ്ങിച്ചത്. ഇത് ഒരു പൗച്ച് സെറ്റാണ് ഗൈസ്. ഇതിനകത്ത് ഒരു 2 ഡയറി, പിന്നെ 2 പെൻസിൽ, ഒരു സ്കെയില്, ഒരു കട്ടർ, ഒരു എറേസർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഇതൊരു പൗച്ച് സെറ്റാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് ഗൈസ് ഈ ഒരു ക്യൂട്ട് ഡയറിയാണ്. ഇതിൻ്റെ ഒരു പെന്ന് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഗൈസ്. ഇതുപോലെ ഒരു ക്യൂട്ട് ഡയറിയിൽ പെന്ന് ഹാങ് ചെയ്യാൻ സ്ഥലമുണ്ട് കേട്ടോ, കണ്ടോ. ആവശ്യത്തിന് പേജും ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഇവിടെ കാർഡൊക്കെ വയ്ക്കൊരു സ്പേസ് ഉണ്ട് ഗൈസ്. അപ്പം ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കൊള്ളാം ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് എൻ്റെ ഈ വർഷത്തെ 3ാമത്തെ പൗച്ചാണ് ഗൈസ് ഇത്. എനിക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസ്. ഞാനൊരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഈ വർഷത്തെ 3ാമത്തെ പൗച്ചാണ് ഗൈസ്. എനിക്കെന്തോ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബഡ്സ് കണക്കത്തെ ഒരു കട്ടറാണ് ഗൈസ്. ഇത് നല്ല നാച്ചുറാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് കട്ടർ. പിന്നെ നമ്മുടെ ഫൈനൽ ഐറ്റം ഇതൊരു ബർഗർ കണക്കത്തെ കട്ടറാണ് ഗൈസ്. കണ്ടോ, ഇവിടെ നമുക്ക് ഇതുപോലെ ഹോളുണ്ട്, ഇതിൽ നമുക്ക് വെട്ടാം. ഇത് 2 നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതും കൊള്ളാം, നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ഇത് കോഴിക്കോട് പോണ വഴിക്കാണ് വാങ്ങിച്ചത് ഗൈസ്. ഇത് ഞാൻ കോഴിക്കോട് പോണ വഴിക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കോഴിക്കോട് പോയപ്പോൾ വാങ്ങിച്ചത് ഗൈസ്. ഈ ക്യൂട്ട് ഐറ്റംസ്. ഇനി 2 ഡ്രസ്സും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പം ഇത്രയാണ് ഞാൻ ക്യൂട്ട് ഐറ്റംസ് വാങ്ങിച്ചത് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ എക്സ്പ്ലോർ ചെയ്ത്
അപ്പം എന്താ നല്ല ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.